ഓക്കെ, ഫൈൻ. സോ വളരെ പ്രസിദ്ധമായ ഒരു പുസ്തകമാണ്. നിങ്ങൾ വായിച്ചതായിരിക്കും, ദ പ്രോഫറ്റ് അല്ലെങ്കിൽ ദ പ്രവാചകൻ എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. ഖലീൽ ജിബ്രാനാണ് ഈ ബുക്ക് എഴുതിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ രചനകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, നിങ്ങൾക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. വളരെ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഒരു ബുക്കാണ്. ഭ്രാന്ത് എന്നൊക്കെ പറഞ്ഞൊരു ബുക്കൊക്കെ ഉണ്ട്, നല്ല രസമുണ്ട് വായിക്കാൻ. ഇതില് പ്രവാചകൻ ഒരു പ്രോഫറ്റ് ആണ്. അപ്പൊ പ്രോഫറ്റ് ഒരു ഗ്രാമത്തിൽ വന്നിട്ട് അവിടുന്ന് തിരിച്ചു പോകുന്ന സമയത്ത് കുറെ സ്ത്രീകള് കുട്ടികളെയൊക്കെ കയ്യിൽ എടുത്തിട്ട് പ്രവാചകന്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ പറയും, പ്രവാചക, ഞങ്ങളുടെ മക്കളെ പറ്റി ഞങ്ങളോട് പറയുക. അപ്പൊ പ്രവാചകൻ ഇങ്ങനെ, ആദ്യത്തെ ഡയലോഗിനെ പ്രവാചകൻ എങ്ങനെയാണ്, നിങ്ങളുടെ മക്കൾ നിങ്ങളുടേതല്ല. ഇല്ലേ, നമ്മളൊരു ആണുങ്ങളോടെ പറഞ്ഞെങ്കിൽ മിക്കവാറും പ്രവാചകൻ അടിയിട്ടായിരുന്നു, നിങ്ങളുടെ മക്കൾ നിങ്ങളുടേതല്ല എന്ന് പറഞ്ഞെങ്കിൽ. പക്ഷെ സ്ത്രീകളാണ്, അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. അവർക്കറിയാം, അവർ പ്രസവിച്ചതിന്റെ വേദനയ്ക്ക് അവർക്കറിയാം. പക്ഷെ പ്രവാചകൻ ഇങ്ങനെ പറഞ്ഞു, നിങ്ങളുടെ മക്കൾ നിങ്ങളുടേതല്ല, മറിച്ച് അവർ നിങ്ങളിലൂടെ വന്നു എന്നേ ഉള്ളൂ. നിങ്ങളുടെ മക്കളെ ഒരിക്കലും നിങ്ങളെ പോലെയാക്കാൻ ശ്രമിക്കരുത്. വേണമെങ്കിൽ നിങ്ങൾ അവരെ പോലെ ആവാൻ ശ്രമിച്ചോളൂ. ഞാൻ ഒന്നുകൂടി പറയാം, നിങ്ങളുടെ മക്കൾ നിങ്ങളുടേതല്ല, അവർ നിങ്ങളിലൂടെ വന്നു എന്നേ ഉള്ളൂ. ഒരിക്കലും നിങ്ങളുടെ മക്കളെ നിങ്ങളെപ്പോലെ ആക്കാൻ ശ്രമിക്കരുത്. നിങ്ങൾ വേണമെങ്കിൽ അവരെ പോലെ ആയിക്കോളൂ എന്നാണ് ഇതിന്റെ ഒരു ആന്തരിക അർത്ഥം. ഈ വേർഡ്സ് ഞാൻ എനിക്ക് തോന്നുന്നു ഒരു 17-18 വയസ്സിലാണ് ഞാൻ വായിച്ചത്. സത്യം പറഞ്ഞാൽ എന്റെ എൻറ്റയർ ലൈഫിനെ സ്വാധീനിക്കാനായിട്ട് ഈ ഒരു വാക്കിന് കഴിഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് എന്റെ പാരന്റിങ് അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ കുട്ടികളുണ്ടായപ്പോഴൊക്കെ എന്നെ ഭയങ്കരമായിട്ട് സ്വാധീനിച്ചൊരു ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള വേർഡ്സ് ആണ്. എന്താണ് ഇതിന്റെ ഒരു ഒരു മീനിങ് എന്താണ്? നമ്മളെല്ലാവരും ഈ ഭൂമിയിലേക്ക് വന്നത് ഓരോ ഇൻഡിവിജ്വൽസ് ആയിട്ടാണ്. നമ്മൾ ആരുടെ മകനാണെങ്കിലും മകളാണെങ്കിലും ഇനിയിപ്പോ നമ്മുടെ ഭാര്യയാണെങ്കിലും ആരാണെങ്കിലും, എവ്രി വൺ കെയിം ടു ദിസ് എർത്ത് വിത്ത് എ പർപ്പസ്. എല്ലാവരുടെയും പർപ്പസ് ഡിഫറെന്റ് ആണ്. ഓരോരുത്തരുടെയും ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും ഒക്കെ വ്യത്യാസപ്പെടുത്തിയാണ് ഈ ഭൂമിയിലേക്ക് വന്നത്. എന്റെ മോനായതുകൊണ്ട്, എന്റെ മോളായതുകൊണ്ട് അവൾക്ക് എന്റെ സ്വഭാവം ഉണ്ടാവണമെന്ന് നമുക്ക് ഒരിക്കലും വാശി പിടിക്കാൻ പറ്റില്ല. കാരണം പടച്ചോൻ ഈ ഭൂമിയിലേക്ക് ഓരോരുത്തരെയും വിട്ടിരിക്കുന്നത് ഇൻഡിവിജ്വൽ ആയിട്ടാണ്, സെപ്പറേറ്റ് ആയിട്ടാണ്. സോ ഓരോരുത്തരുടെ ഇഷ്ടങ്ങളും ഡിഫറെന്റ് ആണ്. അപ്പൊ ഞാൻ ആദ്യത്തെ ഇടം എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് വെച്ചാൽ, നമ്മുടെ ജീവിതത്തിൽ നമ്മോടൊപ്പം നിൽക്കുന്നവർക്ക് ഒരു സ്പേസ് കൊടുക്കണം എന്നുള്ളതാണ്. ഒന്നുകൂടി പറയാം, നമ്മുടെ ജീവിതത്തിൽ നമ്മോടൊപ്പം നിൽക്കുന്ന, നമ്മുടെ അടുത്ത് വരുന്നവർക്കൊക്കെ ഒരു സ്പേസ്, ഒരു ഒരു ഇടം നമ്മൾ അവർ കൊടുക്കണം. എങ്ങനെയാണ് ഇടം കൊടുക്കുന്നത്? കാരണം ഇപ്പൊ എന്റെ കൂടെ ജീവിക്കുന്ന എന്റെ ഭാര്യ അല്ലെങ്കിൽ എന്റെ ഭർത്താവ്, എന്റെ മക്കൾ, അവർക്ക് അവരുടേതായ ഇഷ്ടങ്ങളുണ്ട്, അവരുടേതായ താല്പര്യങ്ങളുണ്ട്. എന്തുകൊണ്ട് നമ്മൾ അതൊന്നും കൺസിഡർ ചെയ്യുന്നില്ല? ഇപ്പോ എനിക്ക് തോന്നുന്നു സിന്ധു ചേച്ചിക്ക് അടുക്കളയിൽ ജോലി എടുക്കുകയാണെന്ന് എനിക്കറിയാം. അതുപോലെ ഇവിടെ ഒരുപാട് സ്ത്രീകളുണ്ട്, അടുക്കളയിൽ ജോലി ചെയ്യുന്ന ഒത്തിരി പേരുണ്ട്. ഒന്ന് ചോദിച്ചു നോക്കിയേ, ഈ അടുക്കളയിൽ നമ്മൾ ഭക്ഷണം പാചകം ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് അമ്മമാരോടാണ് ഞാൻ ചോദിക്കുന്നത്, നിങ്ങളിൽ എത്ര പേര് നിങ്ങളുടെ ഇഷ്ടത്തിന് ഉള്ള ഫുഡ് ഉണ്ടാക്കുന്നു? നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ ഇഷ്ടങ്ങളെ പലപ്പോഴും ഒഴിവാക്കുകയും നിങ്ങളുടെ ഹസ്ബൻഡിന് ഇഷ്ടമുള്ളതും നമ്മുടെ മക്കൾക്ക് ഇഷ്ടമുള്ളതും ഒക്കെയാണ് നമ്മൾ കൂടുതലും ഉണ്ടാക്കി കൊടുക്കുക. എനിക്ക് തന്നെ അറിയാം, അമ്മമാരത് നന്നായിട്ട് വളരെ കൃത്യമായിട്ട് അത് ചെയ്യുകയും ചെയ്യും. നമ്മൾ അതുപോലെ നമ്മുടെ ജീവിതത്തിൽ നിൽക്കുന്നവർക്കൊക്കെ കുറെ താല്പര്യങ്ങളും ഇഷ്ടങ്ങളും ഒക്കെ ഉണ്ട്. അത് മനസ്സിലാക്കാനും അതിനൊരു സ്പേസ് കൊടുക്കാനും നമുക്ക് പറ്റണം. എന്റെ ഭാര്യ ആയതുകൊണ്ട് അവൾ ഇനി ഡാൻസ് കളിക്കണ്ട, അല്ലെങ്കിൽ അവൾ ഇനി പാട്ട് പാടണ്ട. ഈ കുടുംബത്തിൽ ആരും ഇതുവരെ പാട്ട് പാടിയിട്ടില്ല, അല്ലെങ്കിൽ ഞങ്ങളുടെ കമ്മ്യൂണിറ്റി അനുസരിച്ച് ഇന്നിങ്ങനൊന്നും ചെയ്യാൻ പാടില്ല, യാത്ര ചെയ്യാൻ പാടില്ല. ചില ആളുകൾക്കൊക്കെ അറിയാം, കല്യാണം കഴിച്ച് വന്നു കഴിയുമ്പോൾ ആ വീട്ടിലേക്ക് വന്നു കഴിയുമ്പോൾ അവിടെ യാത്രാ സ്വാതന്ത്ര്യം ഉണ്ടാവില്ല. സത്യത്തിൽ ആ കുട്ടിക്ക് യാത്ര ചെയ്യാനായിട്ട് ഇൻട്രസ്റ്റ് ഉണ്ടാവും. അതല്ലെങ്കിൽ അവർക്ക് അവരുടേതായ ഇഷ്ടങ്ങളും മോഹങ്ങളും ഒക്കെ ഉണ്ടാവും. പക്ഷെ ഹസ്ബൻഡ് പറയുന്നു അല്ലെങ്കിൽ മക്കൾ പറയുന്നു, ഓ അതൊന്നും വേണ്ട, ഞാൻ അതൊന്നും ചെയ്യണ്ട. നമ്മൾ ഓരോരുത്തരുടെയും ഇടങ്ങൾ നിഷേധിക്കുകയാണ്. അവർക്ക് വളരാനുള്ള, അവർക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു സ്പേസ് നമ്മൾ നിഷേധിക്കുക. കുറെ പേരൊക്കെ ഇതങ്ങ് അഡ്ജസ്റ്റ് ചെയ്യും. അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? അവരൊന്നും അല്ലാതെ ഒരു ഒരു രീതിയിലേക്ക് അങ്ങ്, എന്താ പറയാ, ഇങ്ങനെ അടച്ചു പൂട്ടപ്പെട്ട ഒരു ഇതായിട്ട് മാറും. ബോബി ജോസ് കട്ടിക്കാട് എന്നൊരു അച്ഛനുണ്ട്. അച്ഛന്റെ വായിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ വായിക്കണം കേട്ടോ, നല്ല മനോഹരമായ പുസ്തകങ്ങളാണ് എല്ലാം. ഇവൻ നമ്മുടെ ഇപ്പോഴത്തെ പുതിയ ഡയറക്ടർ, പുതിയതല്ല, ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ഹിറ്റായ പടം തലവന്റെ ഡയറക്ടർ
അദ്ദേഹത്തിന്റെ എല്ലാ ഫിലിമിലും എഴുതി വെക്കുന്ന എന്റെ ഗുരു, താങ്ക്സ് ഫസ്റ്റ് പറയുന്നത് ബോബി ജോസ് കട്ടിക്കാട് അച്ഛനാണ്. വല്ലാത്തൊരു മനുഷ്യനാണ്. അച്ഛനായതുകൊണ്ട് ഒരു എന്താ പറയാ, ഒരു സർവ്വ മതങ്ങളെയും ഒരുമിച്ച് കൊണ്ടുപോകണം, മനുഷ്യനെ മതത്തെക്കാളൊക്കെ ഉപരി സ്നേഹിക്കുന്ന ഒരു മനുഷ്യനാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു പുസ്തകത്തിൽ ഞാൻ ഇങ്ങനെ വായിച്ച ഓർമ്മയുണ്ട്. പ്രത്യേകിച്ച് ദാമ്പത്യ റിലേഷൻഷിപ്പിലൊക്കെ പറയുന്ന സമയത്ത് അദ്ദേഹം ഇത് ഒരിക്കലും ന്യായീകരണമായിട്ട് പറയുന്നില്ല. അച്ഛൻ പറഞ്ഞ നമ്മുടെ കുടുംബത്തൊക്കെ പല സ്ത്രീകളും വേറെ ബന്ധങ്ങളിലേക്ക് പോകുന്നതോ അല്ലെങ്കിൽ വേറെ ഇഷ്ടങ്ങളിലേക്കൊക്കെ പോയി ഒളിച്ചോടി പോകുന്നതോ ഒക്കെ ഞാൻ അവരെ അത്രമാത്രം കുറ്റപ്പെടുത്തില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഒരു വീടിന്റെ ഉള്ളിൽ ഒരു ചെടി നമ്മൾ നട്ട് കഴിഞ്ഞാല് ആ ചെടി എങ്ങോട്ടാ പോവാ? ഇപ്പൊ നമ്മള് ഇപ്പോഴത്തെ വീടുകൾക്ക് ഒരു സ്പേസ് ഇല്ല ലൈറ്റ് വരാനായിട്ട്. മറിച്ച് ഒരു ഓടുള്ള വീടൊക്കെ ആണെങ്കിൽ നിങ്ങൾ നോക്കിയാൽ പറ്റും, വീടിന്റെ നടുക്ക് ഒരു ചെടി നട്ട് കഴിഞ്ഞാല് ഈ ചെടി വളരുന്നത് എപ്പോഴും ആ ഒരു എവിടേക്കോടെങ്കിലും ഒരു ഓടിന്റെ ഗ്യാപ്പിൽ കൂടെ ഒരു വെളിച്ചം വരുന്നുണ്ടെങ്കിൽ ആ വെളിച്ചത്തിലേക്കായിരിക്കും ഈ ഒരു ചെടി എപ്പോഴും വളരുക. അപ്പൊ അച്ഛൻ പറഞ്ഞു വെക്കുന്നത് ഇങ്ങനെയാണ്: നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ സ്വാതന്ത്ര്യം കൊടുക്കാതെയും സ്നേഹം കൊടുക്കാതെയും ഒക്കെ ചെയ്യുമോ, അല്ലെങ്കിൽ അവരെ അംഗീകരിക്കാതെ അവരുടെ കാര്യങ്ങളെ മനസ്സിലാക്കാതെയൊക്കെ ചെയ്യുമോ, എവിടെയെങ്കിലും ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഇവരങ്ങോട്ട് വളർന്നു പോകും. ഇതൊരു ന്യായീകരണമായിട്ടല്ല, പുറത്തു പോകുന്ന ന്യായീകരണമല്ല. കാരണം വീട്ടിൽ കിട്ടാത്തത് പുറത്ത് കിട്ടുമോ ആളുകൾ പതുക്കെ അങ്ങോട്ട് മാറും. കാരണം എല്ലാവർക്കും അവരുടെ ഇഷ്ടങ്ങളെയും അവരുടെ സ്വപ്നങ്ങളെയൊക്കെ അംഗീകരിക്കാനും അല്ലെങ്കിൽ അവരെ സ്നേഹിക്കാനും ഒക്കെ ഉള്ള ഒരാൾ ആവശ്യമാണ്. അപ്പോ ഞാൻ എൻ്റെ ഈ ക്ലാസ് കേൾക്കുന്ന നിങ്ങളോട് പറയുന്ന ഒരു കാര്യമാണ്, ആദ്യം നമ്മൾ കൊടുക്കുന്നത് നമ്മുടെ ഏറ്റവും വേണ്ടപ്പെട്ടവർക്ക് ഒരു ഇടം, അവർക്ക് വളരാനായിട്ട്, അവൾക്കൊരു എക്സ്പാൻഡ് ചെയ്യാനായിട്ട് നമ്മളൊരു ഇടം കൊടുക്കണം. ഞാൻ എപ്പോഴും പറയുന്ന ഒരു 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 കാര്യം ഇതാണ്: നിങ്ങൾ ഒരു കിളീനെ, നമുക്കൊരു കിളിയോട് ഭയങ്കര സ്നേഹമാണ്. ആ കിളിയോട് സ്നേഹമാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ കിളീനെ ഇങ്ങനെ പിടിച്ച് കയ്യിൽ ഇങ്ങനെ പിടിച്ച് ഞെക്കി പിടിച്ചാലോ? ഒരു പ്രസിദ്ധമായ ഒരു കഥയുണ്ട് ഇല്ലേ? ആ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടോന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഒരു ഒരു ശിഷ്യൻ മറ്റേ ഗുരുവിനെ പരീക്ഷിക്കാൻ വേണ്ടി ചെയ്തൊരു പരിപാടി നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. ഒരു കിളിയെ അവൻ പിടിച്ചു. അപ്പൊ ഗുരുവിന്റെ ജ്ഞാനം എത്രയാണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ചോദിക്കുന്ന ഒരു ചോദ്യം. ശിഷ്യൻ ഒരു കിളിയെ പിടിച്ച് കൈ പിടിച്ചു. കൈ പിടിച്ചിട്ട് ഗുരുവിനോട് ചോദിക്കുകയാണ്: ഗുരു, ഈ കിളി ജീവനുള്ളതാണോ ചത്തതാണോ? എന്തായിരിക്കും ഗുരു പറഞ്ഞ മറുപടി? നിങ്ങൾക്ക് അറിയാവുന്നവരുണ്ടല്ലോ, ഒന്ന് പറയാമോ? എന്തായിരിക്കും ഗുരു പറഞ്ഞ മറുപടി? രണ്ടും നിന്റെ കയ്യിലാണ്. രണ്ടും നിന്നെ ആശ്രയിച്ചിരിക്കും. കാര്യം കിളിയുടെ ജീവൻ നിനക്ക് തീരുമാനിക്കാം. അതല്ല, കിളി ജീവനുള്ള ആളെ ചത്തോളത് നിന്നെ അനുസരിക്കും. കാര്യം ശിഷ്യന്റെ ഐഡിയ എന്തായിരുന്നു? ജീവനുള്ളതാന്ന് പറഞ്ഞു കഴിഞ്ഞാല് പിടിച്ച് ഞെക്കി കഴിഞ്ഞാൽ ചത്തു. ഇനി ചത്തതാന്ന് പറഞ്ഞാൽ പുള്ളി പറത്തി വിടും. അപ്പൊ ഞാൻ അത് പറയണ്ടല്ലോ അത്. പക്ഷെ നമ്മളിങ്ങനെ ഒരു സാധനത്തിന് ഒരു ജീവനെ നമ്മൾ അല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ളവർക്ക് ഇങ്ങനെ ഒരുപാട് ഞെക്കി പിടിച്ച ചത്തു. നമ്മൾ ഒരുപാട് പറത്തി വിട്ടാലും നമ്മുടെ ജീവിതത്തിൽ നിന്ന് അകന്നു പോവുകയും ചെയ്യും. അപ്പൊ എപ്പോഴും ഒരു മീഡിയം ലെവൽ, ഒരു ചെറിയൊരു സ്പേസ് കൊടുക്കുക. അപ്പൊ ആ കിളി നമ്മുടെ അടുത്ത് ചുറ്റും ഇങ്ങനെ പറന്ന് ഇങ്ങനെ നടക്കും. അപ്പൊ ആ ഒരു സ്പേസ് നമ്മുടെ ജീവിതത്തിൽ ആദ്യമായിട്ട് കൊടുക്കേണ്ട ഒരു സ്പേസ് ആണ്. അവർക്ക് നർച്ചർ ചെയ്യാൻ അവരുടെ ഇഷ്ടങ്ങൾ. ഇപ്പൊ നമ്മൾ എപ്പോഴും നമ്മളൊരു ഡോമിനേറ്റ്സ് ഉള്ളവരൊക്കെ എന്റെ ഇഷ്ടമാണ്, ഞാൻ പറഞ്ഞ പോലെ കേട്ടാൽ മതി, ഞാൻ അങ്ങനെ ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് അവർക്ക് എന്താ ഇഷ്ടം, അവരെന്താണ് ആഗ്രഹിക്കുന്നത്, ഇത് കൂടെ ഒന്ന് മനസ്സിലാക്കാൻ പറ്റിക്കഴിഞ്ഞാല് അവർക്ക് അതിനേതായ വളരാനൊരു സ്പേസും കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ബന്ധങ്ങളൊക്കെ ഭയങ്കര റിലേഷൻഷിപ്പ് ആയിരിക്കും. അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ വളരെ, നിങ്ങളൊന്ന് ആക്കി നോക്കിയോ, നമ്മൾ രണ്ടുപേരും ഭാര്യ ഭർത്താവോ മക്കളോ നമ്മൾ വളരെ ക്ലോസ് ആയിട്ടിരുന്ന ഒരു ശ്വാസം മുട്ടലായിരിക്കും ഇല്ലേ? ഞാനും ഭാര്യയും ഭയങ്കര സ്നേഹത്തിൽ ഞങ്ങളിങ്ങനെ ഒട്ടിയിരിക്കുള്ളൂ എന്ന് പറഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ ചൂടെടുക്കും, ശ്വാസം മുട്ടൊക്കെ. ഒരു ചെറിയൊരു സ്പേസ് ആണ്. ഈ സ്പേസിന്റെ അകലം നമുക്ക് തീരുമാനിക്കാം. ഇപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ബന്ധങ്ങള് എന്താ പറയാ മോശമാകുമ്പോൾ ഈ സ്പേസ് കൂടി വരും ഇല്ലേ? അപ്പൊ ഭാര്യയും ഭർത്താവും തമ്മിൽ പ്രശ്നമായി കഴിഞ്ഞാൽ ഭാര്യ വേറെ റൂമിൽ കിടക്കും, ഭർത്താവ് വേറെ റൂമിൽ കൊടുക്കും, മക്കളായി കഴിഞ്ഞാൽ മക്കൾ എവിടെയെങ്കിലേക്ക് കിടക്കും. അപ്പൊ ഈ സ്പേസ് ഒരുപാട് കൂടിപ്പോകും. ഇനി വല്ലാതെ അടുത്തിരിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യത്തിന് വിടാണ്ട് ഒരുമിച്ചിരിക്കാന്ന് പറഞ്ഞ സ്പേസ് അല്ല. അപ്പൊ ഒരു മീഡിയം സ്പേസ് എപ്പോഴും നല്ലതാണ്. നമ്മൾ ഈ സ്പേസ് ഒരുപാട് കൂട്ടാനും വയ്യ. നമ്മൾ രണ്ടുപേര് തമ്മിൽ തല്ലുകൂടുമ്പോ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമ്മൾ രണ്ടുപേരും കൂടി വഴക്കിടാന്ന് വിചാരിച്ചോ, നമ്മുടെ വോളിയം കുറഞ്ഞിരിക്കോ കൂട്ടിയിരിക്കോ? അത് പറഞ്ഞൂടെ? എങ്ങനെയുണ്ടാവും? വഴക്കൂടുമ്പോ വോളിയം എങ്ങനെ ഇരിക്കും? നമ്മുടെ ശബ്ദം കൂടിയിരിക്കും. ഇനി പോട്ടെ, നമ്മൾ പ്രണയിക്കാന്ന് വിചാരിച്ചോ? ഇവിടെ എല്ലാവരും പ്രണയിക്കുന്നവരാണല്ലോ. നമ്മൾ ഇപ്പൊ പ്രത്യേകിച്ച് ഇനിയിപ്പോ എല്ലാവരും കല്യാണം കഴിഞ്ഞവരാണ്. എന്നാലും
ഒരു ഭാര്യയോട് സ്നേഹത്തിൽ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ എന്തായിരിക്കും? അല്ലെങ്കിൽ കാമുകിനെ വിളിച്ച് ഫോൺ ചെയ്യുമ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ എങ്ങനെയായിരിക്കും? ശബ്ദം എന്തോരം ഉണ്ടാവും? കുറവായിരിക്കും. കുറവായിരിക്കും. ഇത്രയേ ഉള്ളൂ. അതായത് അടുത്തിരിക്കുമ്പോൾ ശബ്ദം കുറയും, അകലുമ്പോൾ ശബ്ദം കൂടും. ഈ വഴക്കിടുമ്പോൾ ആളുകൾ പറയുന്നത് ഇങ്ങനെയാണ്, നമ്മൾ വഴക്കിടുമ്പോൾ നമ്മൾ തമ്മിലുള്ള അകലം കൂടുന്നതുകൊണ്ടാണ് നമ്മൾ ഒച്ചയിൽ സംസാരിക്കുന്നത് എന്ന് പറയുന്നത്. ദ സ്പേസ് ബിറ്റ്വീൻ ടു പീപ്പിൾ ഇറ്റ്സ് എക്സ്റ്റെൻഡ്. അതുകൊണ്ടാണ് നമ്മൾ ഒച്ചയിൽ സംസാരിക്കുന്നത്. കാര്യം നമ്മൾ അടുത്തായിരിക്കും ഇരിക്കാൻ നിൽക്കുക, പക്ഷെ മനസ്സുകൊണ്ട് ഒരുപാട് അകന്നു പോയിണ്ടാവും. അതുകൊണ്ടാണ് ഒച്ചയിൽ സംസാരിക്കേണ്ടി വരുന്നത്. അപ്പോൾ വി ഹാവ് ടു ക്രിയേറ്റ് ദ സ്പേസ് ബിറ്റ്വീൻ ടു പീപ്പിൾ. അടുത്തൊരു ഇടം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ വേണ്ടപ്പെട്ടവരെ, ഇഷ്ടപ്പെട്ടവരൊക്കെ മനസ്സിൽ ഒരിടം കൊടുക്കുക എന്നുള്ളതാണ്. നമ്മുടെ മനസ്സിൽ കുറേ കാര്യങ്ങളുണ്ട്, പക്ഷെ അതിൻ്റെ എവിടെയെങ്കിലും ഒരു 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 തരി സ്പേസ് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടപ്പെട്ടവർക്ക് വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരിടം നമ്മുടെ ഉള്ളിൽ കൊടുക്കുക എന്നുള്ളതാണ്. ഞാനിപ്പോ പറയുന്ന ഇടം നമ്മുടെ ഉള്ളിൽ കൊടുക്കുന്ന ഒരു ഇടത്തെ കുറിച്ചാണ്. അവരവിടെ ഉണ്ടെങ്കിൽ നമ്മൾക്ക് എപ്പോഴും ഒരു ഓർമ്മയും ചിന്തയും ഒക്കെ ഉണ്ടാവും. ഇതിന്റെ ഒരു ഏറ്റവും പ്രത്യേകത എന്താണെന്ന് അറിയോ? നമ്മള് ഇത് നിങ്ങൾ കൃത്യമായിട്ട് നോട്ട് ചെയ്തു. നമ്മൾ ഒരാളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, ഇനി അവർക്ക് ആ സ്നേഹം ഫീൽ ചെയ്യണമെങ്കിൽ നമ്മൾ എല്ലാ ദിവസവും അവരുടെ അടുത്ത് പോയിട്ട് ഐ ലവ് യു എന്ന് പറയണമെന്ന് ആവശ്യമില്ല. അല്ലെങ്കിൽ എല്ലാ ദിവസവും നമ്മൾ ഷോ ഓഫ് ചെയ്യണമെന്നില്ല. നിങ്ങളുടെ ഉള്ളിലുള്ള വൈബ്രൻസ്, നിങ്ങളുടെ ഫീലിങ്സ് അവർക്ക് മനസ്സിലാവുന്നുള്ളതാണ്. നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. നിങ്ങൾ ഭാര്യനെയോ ഭർത്താവിനെയൊക്കെ അടുത്ത റൂമിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ ഇരുന്നിട്ട് ഹൃദയപൂർവ്വം ഐ ലവ് യു അല്ലെങ്കിൽ ഭയങ്കര സ്നേഹത്തോടെ നിങ്ങൾ ഇവിടെ ഭയങ്കരമായിട്ട് അവരെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അടുത്തു പോകേണ്ട, സംസാരിക്കേണ്ട, ഒന്നും വേണ്ട. ദേ വിൽ ഫീൽ ദാറ്റ് ലവ്. കുറച്ച് സമയം നിങ്ങൾ ഇത് പ്രാക്ടീസ് ചെയ്ത് തിരിച്ചു വന്ന് നിങ്ങളുടെ ഭാര്യയോ മക്കളോ നിങ്ങളെ ഒന്ന് കെട്ടിപ്പിടിക്കും. അപ്പൊ അതിന് നമ്മള് എന്ന് വെച്ചാൽ അത് നമ്മുടെ മനസ്സിലൊരിടം കൊടുക്കുമ്പോൾ ഒരു ഒരു പ്രത്യേകതയാണ്. ഇപ്പൊ നമ്മൾ വെറുതെ, ഇപ്പൊ നമുക്കറിയാം പല കുടുംബങ്ങളിലും സംഭവിക്കുന്ന എന്താണ്, മനസ്സിലിടം കൊടുക്കാൻ സമയമില്ല. പ്രത്യേകിച്ച് മക്കളെയൊക്കെ വളർത്തുമ്പോൾ പാരന്റിങ്ങിലൊക്കെ ചെയ്യുന്ന കാര്യം വെച്ചാല് മനസ്സിലിടം കൊടുക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് എന്ത് ചെയ്യും, അവർ ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ മേടിച്ചു കൊടുക്കും. അപ്പൊ അപ്പന് ജോലി തിരക്കായിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ബിസി ആയിരിക്കും. അപ്പൊ പിള്ളേരോട് സമയം സ്പെൻഡ് ചെയ്യാനില്ല, ഒരു സ്പേസ് കൊടുക്കാനില്ല. അപ്പൊ എന്ത് ചെയ്യും, മോൻ വന്നിട്ട് ചോദിക്കും അപ്പ ബൈക്ക്. അപ്പൊ അപ്പം വിചാരിക്കുന്നത് എന്താണ്, ഞാൻ ഈ ബൈക്ക് മേടിക്കുന്നതോടുകൂടി കൊടുച്ചു കൊടുക്കുന്നതോടെ അവൻ എന്നോടുള്ള സ്നേഹം കൂടും, അവൻ ബൈക്ക് മേടിച്ചു കൊടുക്കും. അപ്പൊ ആ മൊബൈൽ ഫോൺ, അവൻ ചോദിക്കുന്ന മൊബൈൽ ഫോൺ മേടിച്ചു കൊടുക്കുന്നതോടുകൂടി അവൻ എന്നോടൊരു ഇഷ്ടം കൂടും. ഇതാണ് ഓരോ മനുഷ്യന്റെയും ചിന്ത. മെറ്റീരിയലില് ഒരിക്കലും ഒരാളുടെയും സ്നേഹം കൂടില്ല. നിങ്ങൾ ഒരു സാധനം കൊടുക്കണ്ട. നിങ്ങൾക്ക് ഒരാൾക്ക് കൊടുക്കാവുന്ന ഒരു ഏറ്റവും ബെസ്റ്റ് എന്താന്ന് വെച്ചാൽ നിങ്ങളുടെ സമയം, നിങ്ങളുടെ ലൈഫിൽ ഒരു ഇടം കൊടുക്കുക എന്നുള്ളതാണ്. നിങ്ങൾ വേറെ ഒന്നും ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല. കാര്യങ്ങൾ നിങ്ങൾ ഒന്നും മേടിച്ചു കൊടുക്കണമെന്നല്ല, പക്ഷെ ഒന്ന് ചേർത്ത് നിർത്തിയിട്ട് മോനെ എന്താടാ, ഇന്നെന്താണ് സുഖം, ഇന്നെന്താണ് വിശേഷം, ആ ഒരു 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 ആ ഒരു ഇടം ഉണ്ടല്ലോ, അത് കിട്ടിക്കഴിഞ്ഞാൽ ഒരു കുട്ടിയും വഴിതെറ്റി പോവില്ല, ഒരു ഭാര്യയും വേറെ അടുത്തേക്ക് പോവില്ല. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഭാര്യമാർക്ക് ഒരുപാട് സ്വർണ്ണോ അതല്ലെങ്കിൽ വലിയ ടിവിയോ വലിയ സാരിയോ ഒന്നും വേണ്ട. ഇതൊക്കെ വേണ്ടി വരുന്ന എപ്പോഴാണെന്നറിയോ? അവർക്ക് അവരുടെ ജീവിതത്തിൽ അവർക്ക് ആരിലും ഒരു ഇടമില്ല എന്നുള്ള തിരിച്ചറിവ് വരുമ്പോഴാണ്, അതിനെ ഫിൽഫിൽ ചെയ്യാനാണ് അവരിതൊക്കെ ചോദിക്കുന്നത്. മറിച്ച് നിങ്ങൾ സ്നേഹത്തോടെ ഒന്ന് സംസാരിക്കുകയും അപ്രീഷിയേറ്റ് ചെയ്യും. ഈ ചെറിയ പോലെ നിങ്ങൾ ഒരു കറിയൊക്കെ നന്നാവുമ്പോൾ അവർക്ക് കറി നന്നായെന്ന് പറയും. അതുപോലെ ഭർത്താവ് വരുന്ന സമയത്ത്, ഓ മനുഷ്യ നിങ്ങൾ ഇന്ന് ചേട്ടാ എന്താ ഇന്ന് ജോലി എങ്ങനെ ഉണ്ടായിരുന്നു, സുഖമായിരുന്നു, അങ്ങനെയൊക്കെ നമ്മൾ ഒരു 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 സ്പേസ്, ഒരു ഇടം, നമ്മളെ ഒരു ഒരു കമ്മ്യൂണിക്കേഷൻ. മക്കള് കുറച്ചും കൂടി വലുതായി കഴിഞ്ഞാൽ ആരും അത്ര കെയർ ചെയ്യില്ല, പക്ഷെ അവർ വരുന്ന സമയത്ത് ആടെ എന്തുണ്ട് വിശേഷം, സുഖമാണോ, നിനക്ക് എന്തെങ്കിലും വേണോ, എങ്ങനെയാണ് കാര്യങ്ങൾ, പഠിപ്പൊക്കെ എങ്ങനെ പോകുന്നു, അങ്ങനെ ഒരു ഇടം കൊടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞാണ്ടല്ലോ ഇവര് ഉള്ളിൽ നിന്ന് പോവില്ല, മനസ്സിൽ നിന്ന് പോവില്ല. നമുക്കറിയാം ചില വേണ്ടപ്പെട്ട ആൾക്കാരൊക്കെ എത്ര മരിച്ചാലും നമ്മുടെ മനസ്സിൽ നിന്ന് പോവില്ല. ഇപ്പൊ നിങ്ങൾ അങ്ങനെ ഒരു ഓർമ്മകൾ എടുത്തു നോക്കി, മരിച്ചിട്ടും മറക്കാതെ ഇപ്പോഴും പല കാര്യങ്ങളും വരുമ്പോൾ ഓർക്കുന്ന എത്രയോ പേര് നമ്മുടെ ജീവിതത്തിലുണ്ട്. എനിക്ക് പെട്ടെന്ന് പറയാനാണെങ്കിൽ എന്റെ ഗ്രാൻഡ്മ, അമ്മാമ്മ, പുള്ളിക്കാരത്തേക്ക് വലിയ വിദ്യാഭ്യാസം ഒന്നും ഉണ്ടായിരുന്നില്ല, ഒരു പാവം സ്ത്രീയായിരുന്നു. പക്ഷെ എനിക്കറിയാം അമ്മമ്മയുടെ ഉള്ളിലാണ് ഞാൻ എന്നുള്ളത്. അത് പറയുമ്പോൾ തന്നെ എനിക്ക് ഫീലിങ്സ് വരും. കാര്യം അതെങ്ങനെ എക്സ്പ്രസ് ചെയ്തിരുന്നെന്ന് വെച്ചാല്, നമ്മളിങ്ങനെ വൈകുന്നേരം ഒരു കാണാണ്ടാവുമ്പോഴേക്കും എടി വിളിച്ചു നോക്കടി അവൻ എവിടെയാന്നൊക്കെ പറഞ്ഞ അമ്മമ്മയ്ക്ക് ഫോണൊന്നും ഉപയോഗിക്കാൻ അറിഞ്ഞൂടാ. അതുപോലെ നമ്മളിങ്ങനെ ഒരു പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത്, അന്ന് ബൈക്കുള്ളൂ, നമ്മളിങ്ങനെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും ബാക്കിൽ ഹെൽമെറ്റ്, ഞാൻ ഹെൽമെറ്റ് ഒക്കെ എടുക്കാതെ പോകുന്ന വിചാരിച്ചിട്ട് ഹെൽമെറ്റ് എടുത്തുകൊണ്ട് വരും. അതുപോലെ തന്നെ ഒരു സോക്സ് ഒക്കെ ഇങ്ങനെ എടുത്ത് കൈ കൊണ്ട് ഇടാം, സോക്സ് എടുത്ത് തോടാന്നൊക്കെ പറയും. അതുപോലെ തന്നെ തിരിച്ചു വരുമ്പോ തന്നെ നമ്മുടെ സോക്സ് നമ്മൾ ഊരുമ്പേക്ക് അത് കൊണ്ടുപോയി അലക്കൊക്കെ ഇടും. കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ചെയ്തിട്ടുള്ളൂ.
പക്ഷെ വലിയ കാര്യങ്ങളൊന്നും അമ്മാമ്മ എനിക്ക് ചെയ്തില്ല. എനിക്ക് പൈസയോ അല്ലെങ്കിൽ വേറെ ഒരുപാട് സ്വത്ത് എഴുതി തരുമോ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ ഇതുപോലൊരു കുഞ്ഞു കാര്യങ്ങൾ ചെയ്തപ്പോ തന്നെ ആ എന്റെ മനസ്സിൽ അമ്മാമ്മയ്ക്ക് ഉണ്ട്, അതുപോലെ അമ്മാമ്മയുടെ മനസ്സിൽ എനിക്ക് ഒരു ഇടമുണ്ടെന്ന് മനസ്സിലായി. അപ്പൊ നമ്മൾ ഇതുപോലൊരു കുഞ്ഞു കുഞ്ഞു ഒരു ആ, സാധനങ്ങള് നമ്മൾ എപ്പോഴും ഒരിടം നമ്മുടെ മനസ്സിൽ പ്രിയപ്പെട്ടവർക്ക് കൊടുക്കുന്നത് ആ, നന്നായിരിക്കും. അത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് അർത്ഥവും ബന്ധവും സന്തോഷവും ഹാപ്പിനെസ്സും ഒക്കെ നിങ്ങൾക്ക് തരാനായിട്ട് ഇതായിരിക്കും. ഇനി മൂന്നാമത്തെ ഒരു ഇടം എന്ന് പറയുന്നത് ആഹ് നമ്മുടെ നമുക്ക് തന്നെ വേണ്ടിയിട്ടുള്ള ഒരു ഇടമാണ്. തന്റെ ഇടം എന്ന് പറയൂലേ, തന്റെ ഇടം. വി ഹാവ് ടു ഗീവ് സം സ്പേസ് ഫോർ അവർ സെൽഫ്. ഇപ്പൊ നിങ്ങൾ ചെയ്യുന്നുണ്ട്, നിങ്ങൾ മെഡിറ്റേഷന് വേണ്ടി ഇരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങളിപ്പോ ഒരു ബി മാജിക്കിലുള്ളവർക്ക് പ്രത്യേകിച്ചും നിങ്ങൾ യു ജസ്റ്റ് സ്പെൻഡ് ഒരു ഹാഫ് ആൻ അവർ ടു 1 അവർ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇത് കൂടാതെ ഒരു 5 മിനിറ്റ് ഒക്കെ ഒറ്റയ്ക്കിരിക്കുക, ഒറ്റയ്ക്ക് ഇരുന്നിട്ട് വെറുതെ ഇങ്ങനെ ആലോചിക്കുക. നമ്മുടെ എല്ലാ തിരക്കുകളും മാറ്റി വെച്ച് നമ്മുടെ ജോലിപരമായിട്ടോ അടുക്കളയിലെ പണികളോ അതല്ലെങ്കിൽ ഇനിയിപ്പോ നമ്മുടെ സ്ഥാപനത്തിലെ ഇഷ്യൂസ് ഒക്കെ മാറ്റിയിട്ട് നമുക്ക് വേണ്ടി ഒരു 5 മിനിറ്റ് ഇരിക്കുക. എന്നിട്ട് നമ്മൾ ചോദിക്കുക എനിക്ക് എന്താണ് ഇഷ്ടം. നമ്മൾ മറ്റുള്ളവരുടെ ഇഷ്ടത്തെ കുറിച്ച് ചോദിച്ചു. വാട്ട് ഐ ലൈക്ക് ദ മോസ്റ്റ്. എന്റെ താല്പര്യങ്ങൾ എന്താണ്, ഞാൻ എന്ത് കാണുമ്പോഴാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യുമ്പോഴാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഹാപ്പിനെസ് ഉണ്ടാവുന്നത്, എന്റെ ലൈഫിലേക്ക് എന്ത് വരുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടങ്ങൾ തോന്നുന്നത്. അപ്പൊ ഇങ്ങനെ നിങ്ങൾ ആലോചിച്ച് തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് കുറെ ആൻസേഴ്സ് ഒക്കെ കിട്ടും. എന്താണ് എന്റെ ഇഷ്ടം? എനിക്ക് പാട്ട് പാടാൻ ഇഷ്ടം. സ്പെൻഡ് സം ടൈം ഫോർ സിംഗിങ്. അതിലിങ്ങനെ പാട്ട് പാടുന്ന ആൾക്കാരുടെ കൂടെ ഒന്ന് കൂടെ ചേർന്ന് ഒന്ന് പാടാനൊക്കെ നോക്കുക. അതല്ലെങ്കിൽ എനിക്കിപ്പം എവിടെയെങ്കിലും യാത്ര പോകാനുള്ള ഇഷ്ടം. നിങ്ങൾ യാത്ര പോവാ, ഹസ്ബൻഡിനെയോ അല്ലെങ്കിൽ തിരിച്ച് വൈഫിനെയൊക്കെ നിർബന്ധിച്ച് അവർ വരുന്നില്ലെങ്കിൽ പോകുന്ന ഇടങ്ങളൊക്കെ യാത്രകളാക്കാം. ഇപ്പം മോസ്റ്റ്ലി ഞാൻ ചെയ്യാറുണ്ട്. ഞാനിപ്പോഴും ഞാൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പറയാറ്. ഞാനിപ്പോ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് എവിടെയെങ്കിലുമൊക്കെ പോകേണ്ടി വരും. ഞാനത് ഒരു ഒരു പ്ലാറ്റ്ഫോമിൽ ക്ലാസ് എടുത്ത് നിങ്ങൾക്കും അത് ഫോളോ ചെയ്യുന്ന ഒരു മെത്തഡാണ് ഞാൻ പറയുന്നത്. യാത്രകൾ ഇഷ്ടമുള്ളവർക്ക് വേണ്ടി മാത്രം. നിങ്ങൾ എവിടെയെങ്കിലും പോകുന്ന സമയത്ത്, ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പോ ഇപ്പൊ ഞാൻ 3 ദിവസമായിട്ട് തിരുവനന്തപുരത്തായിരുന്നു. അതുപോലെ നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ പോകാന്ന് വിചാരിച്ചു, ഇപ്പം തൃശ്ശൂരോ കോഴിക്കോട്, നിങ്ങളുടെ ഹോം ടൗൺ വിട്ട് നിങ്ങൾ എവിടെയെങ്കിലും പോകുന്ന സമയത്ത് അവിടെ ചെന്ന് കഴിയുമ്പോൾ നിങ്ങൾ ആ ഗൂഗിളിൽ ഒരു സാധനമുണ്ട്, ഒരു മാപ്പിൽ അട്രാക്ഷൻസ് എന്നൊരു സാധനമുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് ഞാൻ അതിന്റെ ചുറ്റുവട്ടത്തുള്ള കുറേ നല്ല സ്ഥലങ്ങൾ കിട്ടും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾക്ക് എന്തായാലും ഒഫീഷ്യൽ ട്രിപ്പിൽ പോകണം. ഈ ഒഫീഷ്യൽ ട്രിപ്പിൽ പോയിട്ട് അവിടെ താമസിക്കുകയാണെങ്കിൽ നിങ്ങൾ രാവിലെ കുറച്ച് നേരത്തെ എഴുന്നേൽക്കുക, ഈ അട്രാക്ഷൻസ് സ്ഥലമിടുക, നടന്നു പോവുക. അപ്പൊ ഒരു വാക്കിംഗ് എക്സസൈസ് ആയി. നിങ്ങൾക്ക് ആ ഒരു പ്രകൃതി രമണീയമായ സ്ഥലമൊക്കെ കണ്ട് 2 ഫോട്ടോ ഒക്കെ എടുത്ത് നാട്ടുകാരെ കാണിച്ച് യു ക്യാൻ സേ ദാറ്റ് യു ആർ ഇൻ എ ട്രിപ്പ്. അതല്ലെങ്കിൽ നിങ്ങൾ ഒഫീഷ്യൽ ട്രിപ്പ് വേണ്ട, എപ്പോഴെങ്കിലും ഒരു ഫ്രീ കിട്ടുന്ന സമയത്ത് നമ്മുടെ വീടിന്റെ അടുത്തൊക്കെയുള്ള ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് ഒരു ഒരു സമയം ഉണ്ടാക്കി നമ്മൾ അങ്ങനെ പോയി കഴിഞ്ഞാൽ അപ്പോ എന്താ ചെയ്യുക വെച്ചാൽ യാത്ര ചെയ്യാനുള്ള നമ്മുടെ ഇഷ്ടങ്ങളെ നമ്മളിങ്ങനെ കുറച്ചും കൂടി ഒരു പ്രോത്സാഹിപ്പിക്കുക ചെയ്യും. അപ്പൊ അങ്ങനെ നമ്മുടെ ഒരു ഇടം നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. നമ്മളുടെ ഒരു 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 സ്പേസ്, നമുക്ക് വേണ്ടി മാത്രം സ്പേസ് ക്രിയേറ്റ് ചെയ്യണം. എങ്ങനെ സ്പേസ് ക്രിയേറ്റ് ചെയ്ത് നമ്മുടെ ഡ്രീമിനെ കണ്ടെത്തി അതിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഒരു ഇടം നമ്മൾ ക്രിയേറ്റ് ചെയ്യും. എന്താണ്, ഓസ്റ്റിൻ എന്ന് പറയുന്ന ഒരു വ്യക്തി, ഹീസ് എ ട്രെയിനർ, ഹീസ് എ സംതിങ് എൽസ്. നമ്മൾ ആഗ്രഹിക്കുന്ന, നമ്മൾ മറ്റുള്ളവർ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു ഇമേജ് നമ്മൾ പതിയെ 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 ക്രിയേറ്റ് ചെയ്തത്. ആ ഇമേജ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആളുകൾ നമ്മൾ ആ ഒരു കണ്ണിലൂടെ കാണുമ്പോൾ എല്ലാവരും മറ്റേ നമ്മുടെ ലൈഫിലേക്ക് നമ്മൾ അട്രാക്ട് ചെയ്യും, നമ്മൾ ഇഷ്ടപ്പെടും, നമ്മളോടൊപ്പം ചേർന്ന് നിൽക്കും. അങ്ങനെ വി വിൽക്കം സംതിങ്. അപ്പോ ഞാൻ ഈ ഒരു ക്ലാസ്സിനെ ഒന്ന് കൺക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ ഇത്രയാണ്. നമ്മുടെ വീടിന്റെ അടുത്ത് അല്ലെങ്കിൽ നമ്മുടെ കൂടെ ചേർന്ന് നിൽക്കുന്നവർ, അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ, ഈവൻ നമ്മുടെ സോഷ്യൽ ലൈഫിൽ, ജോലി സ്ഥലത്ത്, എല്ലാവർക്കും അവരുടേതായ ഒരു സ്പേസ് കൊടുക്കണം. ഒരു നല്ല ലീഡർ ആരാണ്? ആ ഒരു ലീഡർ എന്ന് വെച്ചാൽ മറ്റുള്ളവന്റെ ഇഷ്ടങ്ങളെ മനസ്സിലാക്കുകയും അവന്റെ ഇഷ്ടങ്ങൾക്ക് അല്ലെങ്കിൽ അവന്റെ ഒപ്പീനിയൻ ഒരു ഇടം കൊടുക്കുന്നവനാണ് ഈസ് എ ബെസ്റ്റ് ലീഡർ. ഒരു നല്ല ബിസിനസ് മാനേജർ ആരാണ്, അല്ലെങ്കിൽ ഒരു മാനേജർ, ഒരു കമ്പനിയുടെ ഓണർ ആരാണ്? തന്റെ തൊഴിലാളികളുടെ ഇഷ്ടങ്ങൾ അല്ലെങ്കിൽ അവരുടെ തൊഴിലാളികൾക്കൊക്കെ അവരുടെ ഒപ്പീനിയൻസിനൊക്കെ ഒരു ഇടം കൊടുക്കുന്ന, ഒരു സ്പേസ് കൊടുക്കുന്നവർ. ഓക്കെ, അത് കേൾക്കാനെങ്കിലും ഒരു മനസ്സ് കാണിക്കുന്ന ഒരാളാണ് ഏറ്റവും ബെസ്റ്റ്. നല്ല പാരന്റ് ആരാണ്? മക്കളെ കേൾക്കാനും അവരുടെ ഇഷ്ടങ്ങൾ മനസ്സിലാക്കാനും അതിനെ നർച്ചർ ചെയ്യാനും നമ്മുടെ സ്വപ്നങ്ങളല്ല അവരുടെ സ്വപ്നങ്ങൾ, ആ സ്വപ്നങ്ങൾക്ക് കൂടെ കൂട്ടു നിൽക്കാനും ഒക്കെ പറ്റുന്ന ഒരു അപ്പനാണ് ഒരു നല്ലൊരു പാരന്റ് ആയിട്ട് മാറുന്നത്. സോ മറ്റുള്ളവർക്ക് നമ്മൾ കൊടുക്കേണ്ട ഒരു സ്പേസ്. പിന്നെ എന്താണ്, പ്രിയപ്പെട്ടവർക്കൊക്കെ അവര് നമ്മളെ സ്നേഹിക്കുന്നുണ്ടോ എന്നുള്ളതൊരു കാര്യമില്ല. നമ്മൾ നമ്മുടെ ഉള്ളിൽ ഒരിടം കൊടുത്ത് അവരവിടെ ഇരുത്തി സ്നേഹിക്കുമ്പോൾ
അറിയാതെ നമ്മൾ ആ ഒരു റേഡിയേറ്റ് ചെയ്യുന്ന ലൈവ് അവർക്ക് കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാവും. നമ്മളൊരു മനുഷ്യനെ ഉള്ളിൽ കയറ്റാതെ നമ്മൾ ചീത്ത പറഞ്ഞു കഴിഞ്ഞാൽ അതും അവർക്ക് ഫീൽ ചെയ്യും. അപ്പോ ആ ഒരു സ്പേസ് നമ്മുടെ ഉള്ളിൽ കൊടുക്കാൻ പറ്റും. ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ ചേർന്നിരിക്കുമോ നമുക്ക് പതിയെ സംസാരിച്ചാൽ മതി. നമ്മുടെ മനസ്സുകൊണ്ട് അടുത്തിരിക്കുമ്പോൾ പ്രണയമാണെങ്കിലും വേറെ എന്താണെങ്കിലും നമുക്ക് വളരെ പതിയെ സംസാരിച്ച് നമുക്ക് പെട്ടെന്ന് മനസ്സിലാകും. ഇനി സംസാരിച്ചില്ലെങ്കിലും മനസ്സിലാവും. നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ നമ്മളൊന്ന് നോക്കിയാൽ മതി, അതിൽ നിന്ന് അറിയാം എന്നോട് സ്നേഹമാണോ ദേഷ്യമാണോ വൈരാഗ്യമാണോ എന്ന് വെച്ചാൽ വാക്കുകൾക്ക് പോലും അവിടെ ഒരു അർത്ഥമില്ല. വെറുതെ ഒന്ന് നോക്കിയാൽ മതി. ഇങ്ങനെ നമ്മളിപ്പോ എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യുമ്പോൾ വൈഫിനെ ഒന്ന് ഇങ്ങനെ നോക്കുക, അല്ലെങ്കിൽ മക്കളെ നോക്കി കഴിഞ്ഞാൽ മക്കൾക്ക് അറിയാം അപ്പൻ എന്താ പറഞ്ഞെന്നുള്ളത്. ഇനി ഇതല്ല, തല്ലുകൂടി മനസ്സുകൾ അകന്നിരിക്കണമെങ്കിൽ എത്ര ഒച്ചയിൽ സംസാരിച്ചാൽ പോലും ഇതെന്താ പറയണേന്ന് അങ്ങോട്ട് ഇവിടെ മനസ്സിലാവില്ല. അതുകൊണ്ടാണ് ആൾക്കാർ ഫൈറ്റ് ചെയ്യുന്നത്. മൂന്നാമതായിട്ട് ഞാൻ പറഞ്ഞ കേസ് വെച്ചാല് നമുക്ക് വേണ്ടി കുറച്ച് സമയം നമ്മൾ സ്പെൻഡ് ചെയ്യുക. നമ്മുടെ സ്വപ്നങ്ങൾ എന്താണെന്ന് അറിയാനും അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ കുറച്ചും കൂടി സ്പെൻഡ് ചെയ്യുക. നാലാമതായിട്ട് ഈ സ്വപ്നങ്ങളെ തിരിച്ചറിഞ്ഞ് തന്റെ ഇടം, നമ്മുടേതായ ഒരു ഇടം നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. അങ്ങനെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ലോകം നമ്മളിലേക്ക് അട്രാക്റ്റഡ് ആവും. എല്ലാവരും നമ്മളോടൊപ്പം നിൽക്കാൻ ആഗ്രഹിക്കും. നമ്മളോടൊപ്പം ആയിരിക്കാനായിട്ട് അവർ ഏറ്റവും കൂടുതൽ ചെയ്യും. അപ്പോ നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു ഇടം, ഒരു തന്റെ ഇടം ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഓവർ ടു യു ഗോപിക. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. അപ്പോ നല്ലൊരു ടോപ്പിക് ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്, ഇടം. ഇപ്പൊ നമ്മുടെ സാർ പറഞ്ഞ ബി മാജിക് ഉള്ളവർക്ക് ആ ഒരു സ്പേസ് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടായിരിക്കും. നമുക്കത് പറ്റുന്നതും അതേപോലെ തന്നെ മനസ്സിലാക്കാൻ പറ്റും നമ്മുടെ ഒരു ബ്ലെസ്സിങ്സ് ആണെന്ന് വിചാരിക്കുന്നു. എനിവേ, ഈ ഒരു ഫീഡ്ബാക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട്സോ സംസാരിക്കുന്നുണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്യുക. ഷാമിനി മാം. മാജിക് മോർണിംഗ് സാർ. മാജിക് സാർ ഒന്ന് പറഞ്ഞതില് ഞാൻ എൻ്റെ ഉള്ളിലേക്ക് വന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത്, നമ്മൾ അകലെ ഇരിക്കുമ്പോഴാണ് ഉച്ചത്തിൽ സംസാരിക്കുക, അടുത്തിരിക്കുമ്പോൾ മെല്ലെ സംസാരിക്കുക. പക്ഷെ ദേഷ്യം വരുമ്പോ ഒച്ചത്തിൽ സംസാരിക്കുന്നതിന്റെ റീസൺ മനസ്സുകൊണ്ട് ആക്കുന്നത് കൊണ്ടാണ്. ആലോചിച്ച് നോക്കുമ്പോൾ അത് ശരിയാണ്. നമ്മളുടെ മനസ്സിൽ അകൽച്ച വരുമ്പോഴാണ് ഒച്ച എടുത്ത്, പക്ഷെ അത് നമ്മളെ അംഗീകരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു നമ്മൾ പറയുന്നത് അംഗീകരിക്കാൻ വേണ്ടിയിട്ടല്ലേ സാർ പലപ്പോഴും ദേഷ്യം വരുന്നത്? ഒന്ന് അംഗീകരിച്ച് കിട്ടാൻ വേണ്ടിയിട്ടല്ലേ പലപ്പോഴും ദേഷ്യം വരുന്നത്? ഇതെന്റെ ഒരു ഡൗട്ടാണ്, ഞാൻ സാറടുത്ത് ചോദിക്കുകയാണ്. അല്ല, അല്ലേ? അതായത് നമ്മൾ അംഗീകരിക്കണം എന്നുള്ളതാണ്. അതായത് മീൻസ് നമുക്കൊരു സ്പേസ് കിട്ടാണ്ട് ആ സ്പേസ് ഉണ്ടാക്കാനുള്ള ശ്രമമാണ് നമ്മുടെ ഈ ദേഷ്യങ്ങൾ അല്ലേ? യെസ് യെസ്. അതായത് രണ്ട് രീതിയിലാണ് ദേഷ്യം. ഒന്ന്, നമുക്കൊരു സ്പേസ് ഇട്ട്. രണ്ട്, നമ്മുടെ ഒരു ഈഗോനെ എപ്പോഴും ഹേർട്ട് ചെയ്യും. ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും. കാര്യം വെച്ചാല് ഇപ്പം ഞാൻ പറയുന്ന കാര്യം മറ്റുള്ളവർ അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ എന്റെ ഈഗോയുടെ എഗെയിൻസ്റ്റ് ആണ്. നമ്മളിത് മറ്റുള്ളവർക്ക് സ്പേസ് കൊടുത്തു തുടങ്ങുമ്പോൾ കുറച്ച് മാറും. കാര്യം വെച്ചാല് ഞാൻ ചിന്തിക്കുന്ന രീതിയിൽ അവർ കൂടെ ചിന്തിക്കണം എന്നുള്ള ഒരു കോൺസെപ്റ്റിലേക്ക് വരുമ്പോഴാണ് ഈ ഒച്ചപ്പാടും ബഹളം ഉണ്ടാകുന്നത്. പക്ഷെ ഒച്ച കൊണ്ടും ബഹളം കൊണ്ടും നമുക്ക് ഒരാളെ മാറ്റാൻ പറ്റില്ല. ഇപ്പം നമ്മൾ തിരിച്ച് ഇതിന് ഏറ്റവും നല്ലൊരു പോംവഴി എന്ന് വെച്ചാൽ ബി ദെയർ ഇൻ അതർ ഷൂസ് എന്ന് പറയും. ഞാനാണ് അവരുടെ സ്ഥാനത്തെങ്കിൽ ഞാൻ എങ്ങനെ ആക്ട് ചെയ്യും? നിങ്ങൾ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഞാനും പലപ്പോഴും ചിന്തിക്കാറുണ്ട്. അതുകൊണ്ട് കുറെ കോൺഫ്ലിക്ട്സ് എനിക്ക് ഒഴിവാവാറുണ്ട്, എനിക്ക് വിഷമങ്ങൾ ഒഴിവാവാറുണ്ട്. ഞാനാണ് ഇപ്പൊ ആ കുട്ടിയുടെ സ്ഥാനത്തെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ വളർന്ന പോലെ അല്ല, ആ കുട്ടി വളർന്ന പോലെയാണ് ഞാൻ വളർന്നതെങ്കിൽ, someone is saying that empathy, that is exactly true. ഞാൻ എങ്ങനെയാണ് എനിക്ക് പ്രതികരിക്കുക? ഇപ്പൊ നമ്മുടെ ഓഫീസിൽ ഭയങ്കരമായിട്ട് മോശമായിട്ട് പെരുമാറുന്ന ഒരുത്തനുണ്ടാവുമായിരിക്കും. അപ്പൊ ഭയങ്കര ഒച്ചപ്പാടും ബഹളമൊക്കെ ആയിരിക്കും. നിങ്ങൾ വെറുതെ ഒന്ന് അവന്റെ ബാക്ക്ഗ്രൗണ്ടും തപ്പിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും അവന്റെ വീട്ടിൽ അവന് സമാധാനം ഉണ്ടാവില്ല. അവന്റെ ഭാര്യ എന്നും പ്രശ്നമായിരിക്കും, അല്ലെങ്കിൽ മക്കൾക്ക് രോഗമായിരിക്കും. സോ ഹി ഹാസ് നർച്ചേർഡ് ഓൺ ദാറ്റ് ക്ലൈമറ്റ്. അപ്പൊ തീർച്ചയായിട്ടും അവൻ എങ്ങനെ റെസ്പോണ്ട് ചെയ്യില്ല. അപ്പൊ നമ്മൾ നാളെ ഷാമിലിയാണ് ആ ഒരു സിറ്റുവേഷനിൽ വളർന്നെങ്കിൽ ഷാമിലി എങ്ങനെ റെസ്പോണ്ട് ചെയ്യുള്ളൂ? ഇറ്റ്സ് എ തോട്ട് പ്രോസസ്. നമ്മൾ ഇത് കുറച്ചും കൂടി എന്താ പറയാ, നമ്മൾ ഒച്ചയെടുത്ത് സംസാരിച്ചുകൊണ്ട് നമുക്ക് ആരെയും മാറ്റാൻ പറ്റില്ല. ചിലപ്പോ അപ്പ കാര്യം നടക്കും, പക്ഷെ ഹൃദയം കൊണ്ട് അവരെന്തായാലും ചെയ്യില്ല. യു ഗോട്ട് ഇറ്റ്. കാര്യം നമ്മളിപ്പോ ഒരാൾ ഇഷ്ടം കൊണ്ട് ചെയ്യുന്നതും കഷ്ടപ്പെട്ട് ചെയ്യുന്നുണ്ട്. ഞാനൊരു ബോസായിട്ട് എന്റെ സ്റ്റാഫിനെ തെറി പറഞ്ഞാൽ അവൻ എന്തായാലും ഞാൻ പറഞ്ഞ കാര്യം ചെയ്യും. പക്ഷെ അത് അവൻ ഹൃദയം കൊണ്ട് ചെയ്യുന്നില്ല, ഞാൻ പറഞ്ഞുകൊണ്ട് ചെയ്യുന്നതാണ്. മറിച്ച് നാളെ അവന്റെ മനസ്സിനെ എനിക്ക് സ്വാധീനിക്കാൻ പറ്റിയ ഞാൻ പറയാതെ പോലും അവന് ചെയ്യാൻ പറ്റും. അതായത് എന്റെ ഒരു നോട്ടോ അല്ലെങ്കിൽ എനിക്ക് തന്നെ ഞാനിപ്പം സ്ഥാപനം നടത്തുന്നതുകൊണ്ട് എനിക്കറിയാം എന്റെ ചില സ്റ്റാഫുകളുണ്ട്. ഞാൻ വെറുതെ ഒരു വാക്ക് പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ ഞാൻ ചിന്തിച്ചാൽ മതി, സോ ഐ വിൽ ഗെറ്റ് ദാറ്റ് റിസൾട്ട്. പക്ഷെ സംവൺ നമ്മൾ എന്ത് പറഞ്ഞു കൊടുത്തിട്ടും കാര്യമില്ല, അവരങ്ങനെ ചെയ്യത്തില്ല. നമ്മുടെ മനസ്സിലൊരിടം കൊടുക്കുക.
യെസ് പതുക്കെ സ്നേഹിച്ചു വരാം, പിന്നെ അവര് നമ്മൾ പറയുന്നത് തന്നെ കേട്ടോളും. നമ്മൾ ഉം. മനസ്സുകൊണ്ട് അടുത്തിരിക്കാൻ ശ്രമിക്കാം. സോ തീർച്ചയായിട്ടും ഒച്ചെടുക്കാതെ തന്നെ അവർക്ക് കേൾക്കാൻ പറ്റും. ഉം. താങ്ക് യു സോ അപ്പൊ മച്ച്. ഇന്ന് ഞാൻ പെട്ടെന്ന് ശ്രദ്ധിച്ചത് അതാണ്, ദേഷ്യം വരുമ്പോഴുള്ള ഉച്ചത്തിൽ വരുന്ന സൗണ്ടിന്റെ റീസൺ അതാണെന്നുള്ളത് എന്റെ മനസ്സിലൊന്ന് പതിഞ്ഞു. അപ്പൊ താങ്ക് യു സർ, നല്ലൊരു സെഷനാണ്. നമുക്ക് കുറെ കൂടെ ഒന്ന് ആഴത്തിൽ ചിന്തിക്കാൻ പറ്റുന്നുണ്ട് നമ്മൾ ഇരുന്നെടുത്ത് തന്നെ. പക്ഷെ ഇതൊക്കെ കുറച്ച് അറിയുന്ന കാര്യമാണ്. അതായത് നമ്മള് ഇവിടെ ഇരുന്ന്, അതായത് ബി മാജിക്കിൽ വന്ന ശേഷം നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അത് നമ്മളിലേക്ക് അട്രാക്ട് ചെയ്യും എന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടെ ഇരുന്ന് ആത്മാർത്ഥമായ സ്നേഹം കൊടുക്കുമ്പോൾ ആ സ്നേഹം അട്രാക്ട് ചെയ്യും. അപ്പൊ അത് യെസ് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. പക്ഷെ അതിന് എന്താ പറയുക, ചെകഞ്ഞ് ക്ലിയർ ആയിട്ട് അതിനകത്ത് ചെന്ന് ഓരോരുത്തരെയും അതിന്റെ ഉള്ളിലേക്ക് എത്തിക്കാനായിട്ട് സാർക്ക് സാധിച്ചിട്ടുണ്ട്, എന്നെ എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. താങ്ക് യു സർ. താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. സാറേ ഞാനൊന്ന് ആഡ് ചെയ്തോട്ടെ? യെസ് പറഞ്ഞോളൂ. ഓക്കെ. ഞാൻ കഴിഞ്ഞ ദിവസം കോയമ്പത്തൂർ വരുന്നു. എന്റെ കൂടെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, എന്റെ കൂടെ 2 സ്റ്റാഫുകൾ ഉണ്ടായിരുന്നു. ഞാൻ ആ സ്റ്റാഫിന്റെ അടുത്ത് നീ ആ കടയിലൊന്ന് പോയിട്ട് വിലയൊക്കെ ഒന്ന് അന്വേഷിച്ച് ഒന്ന് നോക്കി പോവാന്ന് പറഞ്ഞു. എന്നിട്ട് ഞങ്ങൾ ഇപ്പുറത്ത് ഫർണിച്ചർ ഷോപ്പിലാണ്, അയാൾ ഇലക്ട്രോണിക് ഷോപ്പിലാണ് പോയത്. പക്ഷെ അരമണിക്കൂർ കഴിഞ്ഞ് 1 മണിക്കൂർ കഴിഞ്ഞിട്ട് അയാള് 1 കിലോമീറ്റർ അപ്പുറത്ത് ഒരു ഡീല് സെറ്റാക്കി വന്നു. അപ്പൊ എന്റെ കൂടെയുള്ള എന്റെ ഫ്രണ്ട് ചോദിക്കാണ്, എടാ നിനക്ക് എങ്ങനെ ഇത് പറ്റുന്നത്? ഞാൻ എന്റെ ഒരു സ്റ്റാഫിനെ വിട്ട് അവിടെ ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറഞ്ഞ് തിരിച്ചു പോരും. പക്ഷെ ഇവരെങ്ങനെ ഇത് ഏറ്റെടുത്ത് ചെയ്യുന്നത്? അതിലേറെ അവൻ ഞെട്ടിച്ചു കളഞ്ഞത്, ഡീൽ ആയ സമയത്ത് 1.5 ലക്ഷം രൂപയുടെ ഷോർട്ടേജ് ഉണ്ടായിരുന്നു. എന്റെ കയ്യിൽ പൈസ ഇല്ല. അവൻ 10 ആളെ വിളിച്ചിട്ട് ആ പൈസ അറേഞ്ച് ചെയ്ത് കൊടുത്തു. അപ്പൊ ഇവൻ അതിലേറെ ട്രൈ പോയി. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ എന്റെ സ്റ്റാഫുകൾക്ക് ഒരു ഇടം കൊടുക്കുന്നുണ്ട്. നമ്മൾ സ്മാർട്ട് ഫോൺ ടെക്നോളജി ട്രെയിനിങ് ആണ് കൊടുക്കുന്നത്. 10-30 പേര് അടങ്ങുന്ന ഒരു ടീമാണ്. അപ്പൊ ഈ ടീമാണ് എന്റെ സ്ട്രെങ്ത്. 6 പേരാണ് അതിൽ മാനേജേഴ്സ് ഉള്ളത്. അപ്പൊ ഞാൻ ഈ ഓഗസ്റ്റിൽ ഒരു ബെൻസ് കാർ എടുക്കണം എന്ന് ആഗ്രഹിച്ചു. അപ്പൊ ഞാൻ എന്റെ ടീമിന്റെ അടുത്ത് പറഞ്ഞ്, എന്റെ ടീമിന് കാർ മേടിച്ചു കൊടുത്തിട്ടേ ഞാൻ കാർ എടുക്കുള്ളൂ. ആ ഒരു വിഷനാണ് അവരിലേക്ക് കൊടുത്തത്. അതുകൊണ്ട് തന്നെ അവർ ഇപ്പൊ അതിനെ കുറിച്ചിട്ട് കൂടുതൽ ചിന്തിക്കാൻ തുടങ്ങി. മാത്രമല്ല അത്യാവശ്യം നല്ല പാക്കേജും കാര്യങ്ങളും ഫെസിലിറ്റി ആയ സമയത്ത്. പക്ഷെ ഇങ്ങനെ പോകുന്ന സമയത്ത് സാറേ, ഇന്നലെ രാത്രിയിൽ എന്റെ മാനേജറുമായിട്ട് രാത്രി 10 മണിക്ക് ഡിസ്കഷൻ ചെയ്യുമ്പോൾ മാനേജർ പറഞ്ഞ ഒരു ബുദ്ധിമുട്ട് പറഞ്ഞത്, ഇയാള് 5 മാസമായിട്ടേ വന്നിട്ടുള്ളൂ, അതിന് മുമ്പേ ഉള്ള മെമ്പേഴ്സ് ആണ്. ഈ ടീമിന് എന്റെ അടുത്ത് പലപ്പോഴും നോ പറയാൻ പറ്റുന്നില്ല. സാറേ എന്ത് പറഞ്ഞാലും അവർക്ക് നോ പറയാൻ പറ്റുന്നില്ല. ആ ഒരു ഹൃദയങ്ങൾ തമ്മിലുള്ള ഒരു ബന്ധം ഉണ്ടല്ലോ, ആ ഒരു ബന്ധം കാരണം പലപ്പോഴും ചിലപ്പോ ചെയ്യാൻ പറ്റാത്ത കാര്യം നോ പറഞ്ഞാലേ നമുക്ക് അതിനപ്പുറം ചിന്തിക്കാൻ പറ്റുള്ളൂ. ഇത് അവരെ ഏറ്റെടുത്ത് ചെയ്യുവാണ് സാറേ. അതുകൊണ്ട് ചിലപ്പോ ഒരു മാജിക്കൽ പാർട്ട്, ഒരു റിസൾട്ട് അവിടെ ഉണ്ടാകുന്നുണ്ട്. പക്ഷെ അതുകൊണ്ട് വേറൊരു ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞു. ഓക്കെ, താങ്ക് യു. വെരി ഗുഡ്. താങ്ക് യു സോ മച്ച്. Thank you, Moidu sir. Thank you so much. Then Sindhu ma'am. ഹായ് ഓസ്റ്റിൻ സാർ, എന്നത്തെ പോലെ തന്നെ നല്ല അടിപൊളി ക്ലാസ് ആയിരുന്നു. സാറ് പറഞ്ഞതിൽ എനിക്കൊരു 2-3 പോയിന്റിക്ക് എന്റെ ഹൃദയത്തിലേക്ക് തട്ടി കണ്ടെന്ന് വെച്ചാൽ, ഒന്ന്, നമ്മള് എന്തെങ്കിലും ദേഷ്യം വരുമ്പോ അല്ലെങ്കിൽ വീട്ടിലെന്തെങ്കിലും ഹസ്ബൻഡിനായിട്ടാണെങ്കിലും അപ്പൊ നമ്മൾ ഒരുപാട് ഉച്ചത്തിൽ സംസാരിക്കാൻ വരുമ്പോ അവര് എന്താ പറയാ, നമ്മളെ ഒന്ന് സമാധാനപ്പെടുത്തുമ്പോ നമ്മൾ ആ ഒരു ഇമോഷണൽ ആയിട്ടുള്ള ഒരു ഇത് അവിടെ കുറയുന്നാണ് എന്റെ മനസ്സിൽ. പക്ഷെ അത് അവര് അതിനും വരാതിരിക്കുമ്പോ നമുക്ക് കൂടുതൽ ദേഷ്യം കൂടുകയും നമ്മൾ കൂടുതൽ ഷൗട്ട് ചെയ്ത് സംസാരിക്കാൻ ശ്രമിക്കുകയും ചെയ്യാറുണ്ടായിരുന്നു. ഇപ്പൊ ഇല്ല. ഇപ്പൊ വിമേജിക്കൽ വന്നതിന് ശേഷം അതൊക്കെ കുറഞ്ഞിരിക്കും കേട്ടാ. അതൊന്ന് നല്ല ചെറിയൊരു പോയിന്റ് ആണ്. കാരണം അവരിടയിൽ നമുക്കൊരു അകലം വരുമ്പോഴാണ് നമുക്കത് ആ ഒരു ദേഷ്യം തോന്നുന്നെന്ന് എനിക്ക് മനസ്സിലാക്കപ്പോ സാധിച്ചു. അതുപോലെ തന്നെ സാറ് പറഞ്ഞതിൽ ഒരു കാര്യം കൂടി എന്ന് പറഞ്ഞാൽ, സാറിന്റെ അമ്മൂമ്മ സാറിന് ഓരോ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തി കൊണ്ടുവന്ന് തരുമ്പോ അത് നമ്മളെ മനസ്സിൽ എത്രത്തോളം വിലയേറിയ സംഭവങ്ങളായിരിക്കും. ചിലപ്പോ ഇപ്പൊ ഹെൽമെറ്റ് ഒക്കെ വെക്കാതെ പോവാൻ പാടില്ല എന്നുള്ളൊരു കൺസെപ്റ്റ് ആ അമ്മമ്മയുടെ മനസ്സിലുള്ളത് കൊണ്ട് ആ അമ്മമ്മ അത് ഓർമ്മപ്പെടുത്തി കൊണ്ടു തരുമ്പോ അത് നമ്മളുടെ ജീവിതത്തില് വലിയൊരു സംഭവമാണത്. കാരണം ഹെൽമെറ്റ് ഇല്ലാതെ നമുക്ക് എവിടെയെങ്കിലും ഒന്ന് വീണു പോയാൽ നമ്മളെ രക്ഷിക്കുന്ന ഒരു സംഭവം ഉള്ളത്. അപ്പൊ അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ഓർമ്മപ്പെടുത്തി കൊണ്ടുവരുമ്പോ അമ്മമ്മ അത്രത്തോളം സാറിനെ സ്നേഹിക്കുന്നോണ്ട് ആണല്ലോ. അപ്പൊ അത് നല്ലൊരു പോയിന്റ് ആയിട്ട് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട കാര്യം. കാരണം എന്റെ അമ്മ അങ്ങനെ ചെയ്യുന്ന ഒരാളായതുകൊണ്ട് ഇപ്പൊ നമ്മളും അങ്ങനെ തന്നെയുള്ള മക്കള് പുറത്തിറങ്ങുമ്പോഴാ ഹെൽമെറ്റ് എടുക്ക്, അല്ലെങ്കിൽ ഹസ്ബൻഡ് വേണേ ഏട്ട ഫോൺ എടുത്തോ, അല്ലെങ്കിൽ ഏട്ട അത് എടുത്തോ എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ പിന്നാലെ നടന്ന് ഓരോ കാര്യങ്ങൾ ചോദിക്കും. പക്ഷെ നമ്മള് പുറത്തേക്ക് ഇറങ്ങുമ്പോ ഇതുപോലെ ചോദിക്കാനൊന്നും ആരും നിക്കലില്ല കേട്ടോ. കാരണം ആരും ഉണ്ടാവില്ല ആ സമയത്ത്. ഇപ്പൊ ചിലപ്പോ മരുമക്കളൊക്കെ അമ്മ ചോറ് എടുത്താന്ന് ചോദിക്കും. ഇപ്പൊ മരുമക്കളൊക്കെ അതിനിപ്പോ അവരങ്ങനെ പറയും. അപ്പൊ അതൊക്കെയെന്ന് പറഞ്ഞാല് നമ്മളെ ഉള്ളിന്റെ ഉള്ളിൽ തോന്നുന്ന
ഓരോ ഇഷ്ടങ്ങളാണ് അതൊക്കെ നമ്മളെ മനസ്സിലൊരു ഇടം കൊടുത്തത് കൊണ്ട് നമുക്ക് വരുന്ന കാര്യങ്ങളാണ്. അപ്പൊ നല്ലൊരു ക്ലാസ് ആയിരുന്നു സാർ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു സാറിന്റെ ക്ലാസ് ഇന്നത്തെ. കാരണം ഒരുപാട് ഹൃദയത്തിലേക്ക് തട്ടിപ്പോയി ഓരോ പോയിന്റുകളും എടുത്തെടുത്ത് പറഞ്ഞപ്പോ. ശരിയാണ്, നമ്മള് അതുപോലെ തന്നെ ഇപ്പൊ ഒരു സ്ത്രീ നമ്മള് പറഞ്ഞല്ലോ, ഇപ്പൊ ഒളിച്ചോടി പോകണം അല്ലെങ്കിൽ പറ്റില്ല, മറ്റുള്ളവരെ എന്ത് പറയുമ്പോൾ അവരെ കുറ്റപ്പെടുത്താനേ ശ്രമിക്കുള്ളൂ. പക്ഷെ അത് അവര് പോയതിന്റെ പിന്നിൽ വേറെ ഒരുപാട് സാഹചര്യങ്ങൾ ഉണ്ടാവും എന്നുള്ളത് ആരും ചിന്തിക്കില്ല. ആദ്യം അവരെ കുറ്റപ്പെടുത്തിച്ചുള്ളൂ അങ്ങനെ പോയില്ലേ പറഞ്ഞിട്ട്. പക്ഷെ ചിലപ്പോ ഇപ്പുറത്ത് അവർക്ക് അതിനൊരു സ്നേഹം കിട്ടാഞ്ഞിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആയിരിക്കാം അവര് പോയതിന്റെ കാരണം. നമ്മൾ അതന്വേഷിക്കുന്നില്ല, പക്ഷെ പോയതിനെ നമ്മൾ എപ്പോഴും കുറ്റപ്പെടുത്താറുണ്ട്. നല്ല ക്ലാസ് ആയിരുന്നു സാറേ, നല്ല താങ്ക് യു ഇഷ്ടപ്പെട്ടു. സോ മച്ച്. താങ്ക് യു സാർ, താങ്ക് യു ഓൾ, താങ്ക് യു. Okay, thank you, Sindhu ma'am. Then Bashir sir. മാജിക് മോർണിംഗ്. മാജിക് മോർണിംഗ് സർ. ഖലീൽ ജിബ്രാന്റെ ആ കോട്ടിങ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട കോട്ടിങ്. ഞാൻ അത് എന്റെ സത്യം പറഞ്ഞാൽ എന്റെ പാരന്റിങ്ങിൽ ഉപയോഗിച്ചത് പ്രാക്ടിക്കലായിട്ട് ഉപയോഗിച്ചിട്ട് സക്സസ് ആയതാണ്. കാരണം എനിക്ക് തോന്നുന്നു ആ ബുക്ക് അത് ഞാൻ വായിച്ചത് പ്രോഫറ്റിലല്ല, വിങ്സ് ഓഫ് ഫയറിൽ APJ ഒരു പുസ്തകമുണ്ട്, വിങ്സ് ഓഫ് ഫയർ. അതില് കോട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിലൊരു വാക്കും കൂടി ഉണ്ട് സാറ്. അതായത് അടുത്ത വാക്ക് പറയുന്നത്, അവർ നമ്മുടെ പുത്രന്മാരും പുത്രികളും നമ്മുടേതല്ല, അവർ നമ്മിലൂടെ ജീവിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവർ അവരുടെ ആഗ്രഹങ്ങളുടെയും അഭിലാഷങ്ങളുടെയും പുത്രന്മാരും പുത്രികളുമാണ്. അപ്പൊ അവർക്ക് പേഴ്സണലായിട്ടുള്ള അഭിലാഷങ്ങൾ ഉണ്ടാവും, അതിൽ നമ്മൾ കയറിയിട്ട് അറ്റാക്ക് ചെയ്യും. അപ്പൊ എനിക്ക് പഠിക്കാൻ പറ്റില്ല, എന്റെ മക്കളെ പഠിപ്പിക്കുക എന്നുള്ള അങ്ങനെയാണല്ലോ ഇപ്പൊ ഒരു ചിന്ത എല്ലാവർക്കും ഉണ്ട്. അപ്പൊ ഞാന് സത്യം പറഞ്ഞാൽ എനിക്കൊരു ആൺകുട്ടി മാത്രമേ ഉള്ളൂ, ബാക്കി 2 പെൺകുട്ടികളാണ്. ഇവനെ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്നാലേ എന്റെ ഫാദർ നടത്തിയ ബിസിനസ് എനിക്ക് ഫ്ലറിഷ് ചെയ്ത് ഞാൻ നല്ല ലെവലിൽ എത്തിച്ചതാ. പക്ഷെ ഇവന്റെ ആഗ്രഹങ്ങൾ എനിക്ക് മനസ്സിലായപ്പോ ഞാൻ പതുക്കെ അവനെ ആ ഫീൽഡിലേക്ക് വിട്ടു. അപ്പൊ ഈ നല്ല ജോബിലാണ് അവനിപ്പോ ഒരു സീനിയർ എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യാൻ മൈക്രോസോഫ്റ്റില്. അപ്പം നമ്മള് ബിസിനസ് നമ്മൾ നേരെ ക്ലോസ് ചെയ്തേ, എന്നാലും ഈസ് ഓൾസോ സാറ്റിസ്ഫൈഡ്, ഐ ആം ഓൾസോ സാറ്റിസ്ഫൈഡ്. കാരണം അയാൾക്ക് അയാളുടെ ജോലി ചെയ്യാൻ കഴിഞ്ഞു. അപ്പൊ ഈ ഒരു കോട്ടിങ്ങിന്റെ മേലാണ് ഞാനത് നടപ്പിലാക്കിയത്. ഞാൻ വിചാരിച്ചു ശരിയാണല്ലോ, ഓരോ വ്യക്തികൾക്കും കുറച്ചൊന്ന് ഓരോ ഇടം കൊടുത്തിട്ടുണ്ട്. ആ ഇടത്തിൽ നമ്മൾ ആ സ്പേസിൽ നമ്മൾ കയറി കളിക്കുമ്പോഴാണ് ലൈഫിൽ കോൺഫ്ലിക്റ്റ് വരുന്നതും. ഇവൻ ഇഷ്ടപ്പെടാത്ത സബ്ജക്ട് ഇവൻ പോയി പഠിച്ച് 5 കൊല്ലം കഴിഞ്ഞിട്ട് ഇവൻ പറയും ഇതിനെ കൊണ്ട് കഴിയില്ല, 5 കൊല്ലം പോയി കിട്ടും, നമ്മളെ സാമ്പത്തികമായുള്ള നഷ്ടങ്ങളും വരും. ഒരു നല്ലൊരു ക്ലാസ് ആയിരുന്നു സാർ, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച്. താങ്ക് യു സോ മച്ച് സർ. താങ്ക്സ്. Thank you, Bashir sir. Then Sujit sir. മാജിക് മോർണിംഗ് സാർ. സാറേ, അതായത് സാറേ എല്ലാ ക്ലാസ്സുകളും സത്യം പറഞ്ഞ ഒരു മനസ്സിന്റെ ആഴങ്ങളിലേക്ക് ഊളിട്ടിറങ്ങുന്ന ഓരോ ടോപ്പിക്കുകളാണ്. നമുക്ക് എന്താ പറയാ, ലൈഫിൽ വളരെ പ്രാക്ടിക്കലി ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്ന ഓരോ കാര്യങ്ങൾ. ഞാൻ സത്യം പറഞ്ഞ ഇന്ന് എന്റെ ചെറിയൊരു അറിയാലോ, ചെറിയൊരു മോളുണ്ട്, 4 വയസ്സുകാരിയാണ്. അപ്പോ അവളുടെ ഒരു ക്യാരക്ടർ ഞാനത് ഈ സാറ് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനിങ്ങനെ ആലോചിച്ചു. ശരിയാണ്, അതായത് അവർക്ക് കൂടുതൽ സമയം നമ്മുടെ ഒരു ഇടം, നമ്മൾ അവർക്കൊരു സ്പേസ് കൊടുക്കാതെ നമ്മൾ നമ്മുടേതായിട്ടുള്ള കാര്യങ്ങൾ ബിസി ആയിട്ടിരിക്കുമ്പോൾ അവരെത്രത്തോളം ഇറിറ്റേറ്റഡ് ആവുന്നുണ്ട്. അപ്പൊ ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്, എന്താ പറയാ അതായത് കുറെ വാശി കാണിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ നമ്മുടേതായിട്ടുള്ള ഒരു സ്പേസ് കൊടുത്തു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി കൂടെ കളിക്കുന്ന സമയത്ത്, അവളുടെ കൂടെ കളിക്കുന്ന സമയത്ത് ഒരു എന്താ പറയാ, ഫോണൊന്നും അവർക്ക് വേണ്ട, ആ സമയത്തൊന്നും വേണ്ട. അപ്പൊ നമ്മളാണ് അവർക്ക് വേണ്ടത്. അപ്പൊ അതെനിക്ക് പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്തൊരു കാര്യമാണ്. അതായത് അവർക്ക് നമ്മളൊരു ഇടം കൊടുക്കുക. ഇപ്പൊ പാരന്റിങ്ങിന്റെ കാര്യത്തിൽ ബഷീർ സാർ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അതുപോലെ ഇതൊക്കെ ഇനി ഭാവിയിലേക്ക് ആവശ്യമുള്ള കാര്യമാണ്. അപ്പൊ എന്തായാലും അത് വളരെ നല്ലതായിട്ട് സ്ട്രൈക്കായി. അതായത് അവർക്ക് ഒരു സ്പേസ് കൊടുക്കുക, അവരുടേതായിട്ടുള്ള സ്പേസ് കൊടുക്കുക, അവർക്ക് എന്താണോ വേണ്ടത് അത് കൊടുക്കുക. എന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ അവരെ പ്രഷറൈസ് ചെയ്യാതിരിക്കുക. ഞാൻ വരച്ച വരയിലൂടെ വരണം, അങ്ങനെ ആ ഒരു ചിന്താഗതി ഇല്ലാതെ അവർക്ക് അവരുടേതായിട്ടുള്ള സ്പേസ് കൊടുക്കുക, കൂടെ അവരെ സ്നേഹിക്കുക. അതൊരു നല്ലൊരു മെസ്സേജ് ആയിട്ട് തോന്നി. താങ്ക് യു സർ. താങ്ക് യു. താങ്ക് യു സുജിത്. Then Unikrishna sir. മാജിക് മോർണിംഗ് ടു ആൾ. നമസ്കാരം സാർ, കേൾക്കുന്നുണ്ടോ? കേൾക്കാം സാർ, പറഞ്ഞോളൂ സാർ. എന്തായാലും വളരെ എനർജറ്റിക് ആയ ഒരു ക്ലാസ് ആണ്. സാറിന്റെ ക്ലാസ്സിൽ പരമാവധി ഒരു
ഒരു 50% ഞങ്ങൾ അതിൽ ഫുൾഫിൽ ആണെന്ന് വിചാരിക്കുന്നു. നമ്മൾ അവരുടെ, അതായത് മക്കളുടെ കാര്യങ്ങളിൽ അവർക്ക് ഇടം കൊടുത്തിട്ട്, അതുപോലെ വീട്ടിലെല്ലാവരും നല്ലൊരു അന്തരീക്ഷത്തിലാണ് പോകുന്നത്. ഈ ആ ഒരു സാറ് പറഞ്ഞ റിപ്പോർട്ട് ഉണ്ടല്ലോ, അത് വളരെയധികം ഫീൽ ചെയ്തു. കാരണം അവർക്ക് ഈ നമ്മളിപ്പോ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു സിറ്റുവേഷനിലാണ് കടന്നു വന്നെങ്കിലും അവർക്ക് അവരുടേതായ അന്തരീക്ഷത്തിൽ അവരിഷ്ടത്തിൽ ജീവിക്കാനൊരു പെർമിഷൻ എന്നെ നമ്മുടെ മനസ്സിൽ ഇട്ട് കഴിഞ്ഞിരിക്കുന്നു. എന്തായാലും നല്ലൊരു ക്ലാസ് ആണ്. താങ്ക് യു. താങ്ക് യു അനീഷ് സർ, താങ്ക് യു. ചേച്ചീനെയും കണ്ടായിരുന്നു ക്ലാസ്സില്. താങ്ക് യു സർ. ഹലോ. ദിവ്യ പറയുന്നത്. മാജിക് മോർണിംഗ് സർ. മാജിക് മോർണിംഗ്. നല്ലൊരു ക്ലാസ് ആയിരുന്നു. വളരെയധികം മനസ്സിൽ സ്പർശിച്ച ഒരു ക്ലാസ് എന്ന് വേണം പറയാനായിട്ട്. പാരന്റിങ്ങിന്റെ കാര്യമായാലും ബഷീർ സർ പറഞ്ഞ പോലെ എന്താ പറയാ, ആദ്യം ഞാൻ മക്കളെ മോന്റെ അടുത്ത് വളരെ ഷൗട്ട് ചെയ്ത് സംസാരിക്കുമായിരുന്നു. ഒരുപാട് ഉച്ചത്തിൽ സംസാരിക്കുമായിരുന്നു. പല കാര്യങ്ങളും പറഞ്ഞത് കേൾക്കണില്ല, സമയത്തിന് കിട്ടണില്ല എന്നൊക്കെ പറയുമ്പോൾ വളരെ ദേഷ്യത്തിലായിരുന്നു. പിന്നീടാണ് എനിക്ക് മനസ്സിലായത്, ഒരുപാട് ഒച്ചയെടുത്തു കഴിഞ്ഞാല് കുറച്ച് സമയത്തേക്ക് അത് ചെയ്യും, അത് കഴിഞ്ഞാൽ വീണ്ടും അതേപോലെ തന്നെ പഴയ മോഡിലാവും. അത് കാരണം ഇപ്പൊ വളരെ കുറച്ച് സ്നേഹത്തോടു കൂടി പെരുമാറുമ്പോൾ അവർക്കും അതിനൊരു എന്താ പറയാ സ്പേസ് കിട്ടുകയാണ് എന്ന് മനസ്സിലാവുന്നത് പിന്നീടായിരുന്നു. നല്ലൊരു ക്ലാസ് ആയിരുന്നു. പിന്നെ രണ്ടാമത്തത്, നമുക്ക് വേണ്ടി ഒരു സ്പേസ് വേണം എന്ന് പറഞ്ഞല്ലോ, അത് സത്യത്തിൽ ശരിയാണ്. നമ്മളെ കുറിച്ച് ചിന്തിക്കാനായിട്ട്, നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണം, ഫ്യൂച്ചറിലേക്ക് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് അതിനു വേണ്ടി ഒരു സ്പേസ് കൊടുക്കുക എന്ന് പറയുന്നത് നമ്മളുടെ എന്താ പറയാ, നമ്മളുടെ ഭാവിയിലേക്കും നമ്മളുടെ സമാധാനത്തിന് വേണ്ടിയിട്ട് ഒരു സ്പേസ്, നമുക്ക് വേണ്ടിയിട്ട് ഒരു സ്പേസ് എന്ന് പറയുമ്പോൾ അതൊരു എന്താ പറയാ വലിയൊരു സംഭവമായിട്ട് തോന്നുന്നു. നല്ലൊരു ക്ലാസ് ആയിരുന്നു. താങ്ക് യു സോ മച്ച് സർ. താങ്ക് യു. സാർ മാജിക് മോർണിംഗ്. മാജിക് മോർണിംഗ് സാർ. നല്ലൊരു ടോപ്പിക് ആയിരുന്നു സാർ. കാര്യം ഇത് ശരിക്കും ചെയ്യുന്നുണ്ട്, ചെറുതായിട്ട് ചെയ്യുന്നുണ്ട്, പക്ഷെ അതിൻ്റെ ആ ആഴം അറിഞ്ഞിട്ടല്ല നമ്മൾ ചെയ്യുന്നത്. അപ്പൊ അത് കൂടുതൽ ഒരു കാര്യം അറിഞ്ഞിട്ടാണ് നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് അത് കൃത്യമായിട്ടും ചെയ്യാൻ പറ്റും. അത് അറിയാതെ ചെയ്യുന്ന കാര്യങ്ങൾ ഇത് ഇടം കൊടുക്കുന്നുണ്ട് എങ്കിലും അതങ്ങനെ ചെയ്താൽ ഇന്ന റിസൾട്ട് കിട്ടും എന്നറിഞ്ഞിട്ടല്ല നമ്മളത് ചെയ്തിട്ടുള്ളത്. അപ്പൊ അത് വലിയ ഒരു കാര്യമാണ്. ഇപ്പൊ അതിനെ കുറച്ച് അറിയാൻ കഴിഞ്ഞ്, അതിനേക്കാൾ ഉപരി എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടി 5 മിനിറ്റ് സാറ് പറഞ്ഞത്, അത് വളരെ അറിയാം. അതറിയാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ അത് ഇതുവരെ ചെയ്തിട്ടില്ല. അപ്പൊ അത് ചെയ്തു കഴിഞ്ഞാലുള്ള ഗുണം അത് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ ഒരു തിരിച്ചറിവ് സാറിന് കിട്ടിയതിൽ വളരെ സന്തോഷം. ഏതായാലും അന്ന് ചിന്തിക്കാൻ പറ്റിയ നല്ലൊരു ടോപ്പിക് ആയിരുന്നു. വളരെയധികം സന്തോഷമുണ്ട്. താങ്ക് യു സാർ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സോ മച്ച്. താങ്ക്സ് a lot. താങ്ക് യു പ്രകാശ്. പ്രീതമ്മ പറഞ്ഞോ. താങ്ക് യു. ടോപ്പിക്ക് എന്തായാലും മനസ്സിലൊരു ഇടം കിട്ടുക എന്ന് പറയുന്നത്, കൊടുക്കുക എന്ന് പറയുന്നത് വളരെയധികം ആണ്. ഉണ്ണിത്ത പറഞ്ഞ പോലെ ഞങ്ങളുടെ വീട്ടിൽ അങ്ങനെയുള്ള ഒരു സംഭവം ഉണ്ട്. അതായത് നമുക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഇടം അവിടെയുണ്ട്, ആൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഇടം നമ്മുടെ നെഞ്ചിലുണ്ട്. പക്ഷെ അതുകൊണ്ട് തന്നെ നമുക്ക് എത്ര എന്തെന്നെ പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും ഒരുമിച്ച് പോവാൻ കഴിയുന്നുണ്ട്. വളരെ നല്ലൊരു ക്ലാസ് സാർ. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച് മാം. താങ്ക്സ്. താങ്ക് യു പ്രീത മാം. ഓക്കെ, നമുക്ക് ശേഷം വൈൻഡപ്പ് ചെയ്യാം. എനിവേ ഓസി സർ, താങ്ക് യു ഇങ്ങനെ ഒരു ടോപ്പിക് എടുത്ത് എല്ലാവരും ഒരുപാട് ചിന്തിക്കാനും അതുപോലെ ഒരുപാട് റിയലൈസ് ചെയ്യാനും പറ്റിയതിൽ. ഓക്കെ, താങ്ക് യു ഓസി സർ. താങ്ക് യു ടു ഓൾ. Thank you. Thank you, sir. Thank you very much. Thank you all. Thank you sir. Thank you so much. Thank you all. Thank you, sir. Thank you. Thank you very much. Good topic. Thank you, sir. Thank you all. Thank you, Austin sir. Thank you all.